എന്നുള്ളതാണ് ചരിത്രപരമായ പശ്ചാത്തലം. ആ ചുവപ്പ് കോട്ട മാറി കൂടുതൽ കോൺഗ്രസ്സിനെ താല്പര്യപ്പെടാൻ തുടങ്ങിയത് 80-ലെ തിരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി കാണാം. 77 മുതൽ അത് തുടർച്ചയായിട്ടുണ്ട്. അതിനുശേഷം ലോക്സഭയിലേക്കും അസംബ്ലിയിലേക്കുമെല്ലാം ജില്ലയിലെ ചുവപ്പ് കോട്ട പലപ്പോഴും മാറി UDFനും കോൺഗ്രസ്സിനും അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇനി പാലക്കാട് അസംബ്ലിയുടെ കാര്യം പറഞ്ഞാൽ, അസംബ്ലി ഒരു നഗരാതിർത്തിയാണ്, മുനിസിപ്പാലിറ്റിയാണ് അതിൻ്റെ കേന്ദ്രബിന്ദു. അതിന് പുറമെ 3 പഞ്ചായത്തുകൾ ചേർന്നതാണ് പാലക്കാട് അസംബ്ലി എന്ന് നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി അസംബ്ലിയുടെ ഒരു സ്വഭാവം വെച്ച് അവിടെ ഇടതുപക്ഷവും ജയിച്ചിട്ടുണ്ട്, കോൺഗ്രസ്സും ജയിച്ചിട്ടുണ്ട്. പക്ഷേ സമീപകാലത്തായി അവിടെ BJP പാലക്കാട് ജില്ലയിൽ തന്നെ ശക്തമായി. അതിലേറ്റവും ശക്തമായത് പാലക്കാട് അസംബ്ലിയും മലമ്പുഴ അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലുമെല്ലാമാണ്. അപ്പോൾ BJPയുടെ വളർച്ച കഴിഞ്ഞ ഒരു 25 വർഷത്തിന് ശേഷം കേരളത്തിലെമ്പാടും ശ്രദ്ധേയമാണ്. അതിൽ പാലക്കാട് അവർ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 2 തവണയായി വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നഗര അതിർത്തിയിൽ